ഒരു ഗാർഡന്റെ പരിപാടിയാണ്. ഗാർഡന്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് അപ്പ് ആൻഡ് ഡൗൺ ലൈറ്റ്, ടോപ്പ് ലൈറ്റ് അങ്ങനെ സെറ്റ് ചെയ്ത് ഫുള്ള് എടുക്കില്ല. ഇത് ഫുള്ള് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അടിപൊളിയാക്കി എടുക്കണം. ഒന്ന് ചിരിയട്. ഇഷ്ടമായോ നോക്ക് കൂട്ടുകാരെ. നമ്മൾ ഗാർഡൻ വർക്കിൽ സാധാരണ ഉപയോഗിക്കാറുള്ളത് UG കേബിളാണ്. ഇവിടെ കുറേ കേബിൾ ഇവരുടെ കൈകളിൽ ഉണ്ടായിരുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല കേബിളാണ് കേട്ടോ. വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന കേബിളും അല്ലാതെ കുറേ 2 കോർ കേബിളും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ഉപയോഗിച്ചാണ് നമ്മളിവിടെ വർക്ക് ചെയ്യുന്നത്. ഗാർഡൻ വർക്കിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത് ഈ അണ്ടർഗ്രൗണ്ട് വയർ ജോയിൻ ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ടിൽ ജംഗ്ഷൻ ഇടുമ്പോഴാണ്. നമ്മൾ കുറേ നാളുകൊണ്ട് അണ്ടർഗ്രൗണ്ടിൽ ഒരൊറ്റ ജംഗ്ഷനോ ഒരൊറ്റ ജോയിൻറ്റോ കൊണ്ടുവരാറില്ല. ഓരോ ലൈറ്റിൻ്റെ സ്ഥലത്തും ഇട്ടാണ് നമ്മൾ വയർ ജോയിൻറ്റ് ചെയ്യുന്നത്. ഒരിക്കലും അണ്ടർഗ്രൗണ്ടിലിട്ട് ജോയിൻറ്റ് ചെയ്യാൻ പാടില്ല. ഗാർഡൻ വർക്കല്ലേ, മണ്ണിൽ കിടക്കേണ്ടതല്ലേ എന്ന് വിചാരിച്ച് ഒരിക്കലും PVC പൈപ്പ് ഉപയോഗിച്ച് വയർ വലിക്കരുത് കേട്ടോ. ഒരിക്കലും വയറിങ്ങിന് PVC പൈപ്പ് യൂസ് ചെയ്യാനേ പാടില്ല. PVC പൈപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത് പമ്പിംഗ് വർക്കിന് വേണ്ടി മാത്രമാണ്. കോൺഡ്യൂട്ട് പൈപ്പ് ഉപയോഗിച്ച് മാത്രമേ നമ്മൾ വയറിങ് ചെയ്യാൻ പാടുള്ളൂ. അതിൽ ഒരുപാട് കാരണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊന്നും ഇവിടെ വിശദീകരിക്കാൻ സമയമില്ല. അണ്ടർഗ്രൗണ്ട് വർക്ക് ആയതുകൊണ്ടും ലെങ്ത് അല്പം കൂടുതലായതുകൊണ്ടും നമ്മൾ ഉപയോഗിക്കുന്ന വയർ 1.5-ൻ്റെ 3 കോർ വയറാണ് കേട്ടോ. ഇവരുടെ കയ്യിൽ ഉണ്ടായിരുന്നതിൻ്റെ ബാലൻസ് പിന്നെ വാങ്ങിയത് 3 കോർ വയറാണ്. കാരണം നമുക്ക് അവിടെ 2 ഓഫ് വയർ വേണം. ഒന്ന് ടോപ്പ് ലൈറ്റിനൊരു ഓഫ്, പിന്നെ അപ്പ് ആൻഡ് ഡൗൺ, അതായത് K ലൈറ്റിനൊരു ഓഫ്. അങ്ങനെ 2 ഓഫാണ് അവിടെ വേണ്ടത്. കണ്ട കൂട്ടുകാരെ, ലൈറ്റിൻ്റെ ഭാഗത്ത് പോലും നമ്മൾ ജംഗ്ഷൻ ഉപയോഗിച്ചിട്ടില്ല. ജംഗ്ഷൻ ഉപയോഗിച്ചാൽ ജംഗ്ഷനിൽ കൂടി ഉറപ്പായിട്ടും വെള്ളം പൈപ്പിനുള്ളിലേക്ക് പോകും. ഈ K ലൈറ്റ് അപ്പ് ആൻഡ് ഡൗൺ ലൈറ്റ് ഉണ്ടല്ലോ, അതിനൊരു പ്രത്യേകത ഉണ്ട്. അതിനുള്ളിലൂടെ വെള്ളം ഇറങ്ങിപ്പോകത്തില്ല. സൈഡിൽ കൂടി പോകാതിരിക്കാനുള്ള ചെറിയൊരു പരിപാടി നമ്മൾ ചെയ്യുന്നുണ്ട്. സൈഡിലെല്ലാം പൊട്ടിയിട്ട് വൈറ്റ് സിമെൻറ്റ് ഇട്ട് സെറ്റാക്കി വെക്കും. അപ്പോൾ വെള്ളം ഇറങ്ങത്തില്ല. പിന്നെ ഈ വർക്ക് കണ്ടിട്ട് ഒരു ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. വയറ് വല്ലതും ബ്രേക്ക് ആയാലോ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്നാ ചെയ്യും? ഉപയോഗിച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വയറ് തിരിച്ച് വലിക്കാനോ അല്ലെങ്കിൽ വയറ് പുതിയതായിട്ട് വലിക്കാനോ ഒന്നും പറ്റുമല്ലോ. അത് ശരിയായ ഒരു ചോദ്യം തന്നെയാണ്. തിരിച്ച് വലിക്കാനോ അല്ലെങ്കിൽ വയർ ബ്രേക്ക് ആയാലോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. വയറ് ബ്രേക്ക് ആകാതിരിക്കാനും വയറിന് ഡാമേജ് ഉണ്ടാകാതിരിക്കാനും വേണ്ടിയുള്ള മുൻകരുതലുകൾ എടുക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള പോംവഴി. കണ്ടോ, ടോപ്പ് ലൈറ്റിൻ്റെ സ്ക്രൂ പോലും നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് സെൽഫ് സ്ക്രൂവിൻ്റെ വാഷർ ഉപയോഗിച്ചാണ്. അപ്പോൾ അതിനകത്തു കൂടിയും വെള്ളം ഉള്ളിലേക്ക് പോകത്തില്ല. അത്യാവശ്യം നല്ല കേബിൾ ഉപയോഗിക്കുക. എല്ലാ ജോയിൻറ്റുകളും ഓരോ ലൈറ്റിൻ്റെ ഭാഗത്ത് കൊണ്ടുവരിക. അണ്ടർഗ്രൗണ്ടിൽ ഒരു ജോയിൻറ്റ് പോലും ഇടാതിരിക്കുക, ജംഗ്ഷൻ ഉപയോഗിക്കാതിരിക്കുക എന്നീ മാർഗ്ഗങ്ങളാണ് നമ്മൾ ഈ വർക്കിൽ മുൻകരുതലായിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ കൂട്ടുകാരെ, ഇപ്പോൾ ചെയ്യുന്ന പ്രീമിയം വർക്കുകൾക്കൊക്കെ നമ്മൾ ഔട്ട്സൈഡ് ഗാർഡൻസിന് മാത്രമായിട്ട് ഒരു DB സെറ്റ് ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ ചെയ്യുന്ന ജോലി നല്ല വൃത്തിക്ക് സത്യസന്ധതയോടുകൂടി പ്രൊഫഷണലായിട്ട് ചെയ്താൽ മതി. നല്ലതുപോലെ വർക്ക് ചെയ്ത് അവസാനം ഇതുപോലെ കേട്ട് കഴിഞ്ഞാൽ ഇഷ്ടമായി നമുക്കുണ്ടാവുന്ന ആ ഒരു സന്തോഷമുണ്ടല്ലോ, അതിൻ്റെ ഒരു ലെവല് അത് വേറെ തന്നെയാണ്. കൂട്ടുകാർ, നമ്മൾ ചെയ്ത വർക്കിൻ്റെ റിസൾട്ടാണ് ഈ കാണുന്നത്. നമ്മൾ ചെയ്ത വർക്കിനെ കുറിച്ച് നമ്മുടെ ക്ലയൻറ്റ് തന്നെ ഒന്ന് പറയട്ടെ. കണ്ടു നിൽക്കുന്നവർക്കും കമൻ്റ് ഇടുന്നവർക്കും എന്തും പറയാം. അന്നം തരുന്ന ജോലിയിൽ കളങ്കമില്ലാതെ 100% സത്യസന്ധതയോടുകൂടി ചെയ്യുക. അതാണ് നമ്മുടെ എത്തിക്സ്. ആ എത്തിക്സ് വിട്ട് യാതൊരു കളിയുമില്ല. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും വരാൻ കൂട്ടുകാരെ. ഓക്കെ, ബൈ ബൈ.